വിപ്ലവകാരികളായ സഖാക്കൾ ഉമ്മർ മാഷും പാലനിക്കുഞ്ഞമാക്ക് സഖാവ് പുള്ളിയിൽ ചേക്കും മൂന്നുപേരെയും അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകമായ ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മൂന്ന് പേരും നമ്മൾ വിട്ടുപിരിഞ്ഞത് ഏറെക്കുറെ അടുത്തടുത്ത ദിവസങ്ങളിലായാണ്. മൂന്ന് പേരെയും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു, മറ്റുത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുമെല്ലാം കുഞ്ഞാമാക്കയും ചേക്കോക്കയും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സുപരിചിതരായിരുന്നുവെന്ന് മാത്രമല്ല, എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായവർ കൂടിയായി. കുഞ്ഞാമാക്ക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവുമായി, ഉമ്മർ മാഷ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും എല്ലാം പ്രവർത്തിച്ച കാലഘട്ടവും നമ്മുടെ മനസ്സിലുണ്ടാകും. മൂന്നുപേരും ഒട്ടും എളുപ്പമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, ക്ലേശകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രതിലോമ ശക്തികൾക്ക് നിർണായക സ്വാധീനമുള്ള നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനും ആ ആശയങ്ങളുടെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തുന്നതിനും സ്വന്തമുള്ള വാക്കു മറന്ന് പ്രവർത്തിച്ച കർമ്മനിരതരായ സഖാക്കളാണ്. അവരുടെ ഓർമ്മ തീർച്ചയായും വരുംകാല സമരസംഘടനാ പ്രവർത്തനങ്ങൾക്കാകെ ഊർജമായി മാറും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇപ്പോ ഈ മൂന്ന് സഖാക്കളെയും അനുസ്മരിക്കുന്ന സാഹചര്യം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അതിന്റെ ഫലമറിയാൻ നാട് കാത്തിരിക്കുന്ന ഒരു ഇടവേളയുടെ ഘട്ടമാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താവും എന്ന് ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്നവരിൽ ചിലരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടൊക്കെ ആകുലതയോടെ, ഈ മൈക്കിങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ? ഒട്ടൊക്കെ ആകുലതയോടെ അതിൽ ചിലരെന്നെ വിളിച്ച് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് UDF നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ആത്മവിശ്വാസമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെന്റിന്റെ ഭരണത്തെ ഓർമ്മിച്ചാൽ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് ഒരു സാഹചര്യവും കാണുന്നില്ല. പക്ഷെ വലിയ ആത്മവിശ്വാസമാണ്. മുഖ്യമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. നവമാധ്യമങ്ങളിൽ അത്തരം ചർച്ചകളൊക്കെ സജീവമായി ഉയർന്നു വരികയാണ്. എന്താണ് കാരണം? ഞാൻ അവരോട് പറഞ്ഞത്, ഇപ്പോ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മറന്നു പോകുവാണ്. അപ്പൊ 5 വർഷം മുൻപ് 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് വോട്ടെണ്ണിയത് മെയ് മാസം 2-ാം തീയതിയായി, 2021 മെയ് 2. ഇത്തവണ വോട്ടെണ്ണുന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. 2 ദിവസത്തെ വ്യത്യാസം. 2021 മെയ് 2 വോട്ടെണ്ണാൻ പോകുന്നതിന് തൊട്ടു മുൻപ് മെയ് മാസം 1-ാം തീയതി കേരളത്തിലെ ഒന്നിലധികം പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത, സമാനമായ സ്വഭാവമുള്ള വാർത്തയെ, അതിൽ ചിലതിന്റെ തലക്കെട്ട് ഏതാണ്ട് ഇങ്ങനെയായി: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. ഇതായിരുന്നു തലക്കെട്ട്. അപ്പൊ തലക്കെട്ടിന്റെ കൗതുകം കൊണ്ട് സ്വാഭാവികമായി വാർത്തയിലേക്ക് കടന്നു. അപ്പൊ വാർത്തയിൽ ഇങ്ങനെ വിശദീകരിച്ചു: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു
ആദ്യത്തെ 2.5 വർഷം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി. ഇതായിരുന്നു വാർത്ത. വോട്ട് 2-ാം തീയതി എണ്ണാൻ പോകുന്നേ ഉള്ളൂ. 1-ാം തീയതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ സഹായത്തോടെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2.5 കൊല്ലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവാനും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനും ധാരണയായി വെടിനിർത്തി എന്നാണ്. ഇപ്പോ ഊഴം വീതിച്ചിട്ടില്ലല്ലോ, തീരുമാനമായിട്ടില്ലല്ലോ. അയാളാവണം ഇയാളാവണം എന്നൊക്കെ പറയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആരാവണമെന്നും എത്ര നാളാവണമെന്നും തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു 2021. അന്നത്തെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിന്റെ പകുതി ആത്മവിശ്വാസം ഇപ്പോൾ ഇല്ല എന്ന് കണ്ടോളണം. ആ ആത്മവിശ്വാസത്തെ തുടർന്ന് നടന്ന വോട്ടെണ്ണലിലാണ് കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച എക്കാലത്തെയും ഏറ്റവും ആഹ്ലാദ നിർഭരമായ ആവേശോജ്വലമായ മഹാവിജയം 2021 LDF-നുണ്ടായത്. 91-99 ചരിത്രം ആവർത്തിക്കാനാണ് പോകുന്നത്. ഈ ആത്മവിശ്വാസത്തിന്റെ ഗ്വാഗ്വാവിളികൾക്ക് മെയ് മാസം 4-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമായിരിക്കും ആയുസ്സുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ഇടതുപക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും തിളക്കമാർന്ന മഹാവിജയം LDF-ന് നേടിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്ന് 4-ാം തീയതി കേരളം തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏത് കാരണം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്യുക? എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യുക? ഇടതുപക്ഷം ഒന്ന് മാറണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് 10 വർഷം തുടർച്ചയായി LDF ഭരിക്കുകയല്ലേ, അപ്പൊ ഇനിയൊരു മാറ്റം ഉണ്ടാവട്ടെ, ഇനി ഒരു 5 കൊല്ലം UDF ഭരിക്കട്ടെ എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. തുടർച്ചയായി 2 ടേം അധികാരത്തിലിരുന്ന LDF ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളുണ്ടോ, എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അതാരും ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഗൗരവമായി ആരെങ്കിലും ഉയർത്തിയതായി കാണുന്നുമില്ല. പെൻഷൻ മുടങ്ങിയില്ല, ശമ്പളം മുടങ്ങിയില്ല, ട്രഷറി പൂട്ടിയില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടിയില്ല, പാഠപുസ്തക വിതരണം മുടങ്ങിയില്ല, PSC നിയമന നിരോധനം ഉണ്ടായില്ല. 3 ലക്ഷം ചെറുപ്പക്കാർക്കാണ് നിയമനം കിട്ടിയത്. സ്കൂളുകൾ ഹൈടെക്കായി, ക്ലാസ് മുറികൾ സ്മാർട്ടായി, ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലെത്തി, റോഡുകളെല്ലാം ഏറ്റവും മനോഹരമായി നിലനിർത്താൻ സാധിച്ചു. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമായി. പിന്നെന്താണ് തകരാറ്? അപ്പൊ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാനില്ല. പിന്നെയോ 2 ടേമായി ഭരിക്കുകയാണ് എന്നേ പറയാനൂ. 2 ടേം നല്ല ഭരണം നടന്നാൽ പിന്നെ 1 ടേം ഒരു ദുർഭരണം വേണം എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നല്ല ഭരണം തുടരുകയല്ലേ വേണ്ടത്. മാറേണ്ടത് മോശം ഭരണമല്ലേ? ഭരണം നല്ലതാണെങ്കിൽ അത് തുടരുന്നതിൽ എന്താ തകരാറ്? ഒരു നല്ല ഭരണം, അത് കഴിഞ്ഞിട്ടൊരു മോശം ഭരണം, പിന്നെ വീണ്ടും നല്ല ഭരണം, പിന്നെ മോശം ഭരണം, അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്ത് യുക്തിയാണ് പറയുന്നതിനുള്ളത്? കോൺഗ്രസ് ഈ നാട് ഭരിച്ച സമയത്ത് കേരളത്തിന്റെ യാഥാർത്ഥ്യം, കേരളത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര വലുതായിരുന്നു? 10 വർഷം മുൻപുള്ള കാര്യമായതുകൊണ്ട് പലരും പലതും മറന്നുപോയിട്ടുണ്ടാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. സന്തോഷ് മാധവൻ എന്നൊരു അവതാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നാണ് തോന്നുന്നത്. ഒരാൾ ദൈവമായിരുന്നു, തട്ടിപ്പിന്റെ പേരിലാണ് അറിയപ്പെട്ടത്, ഒരു കള്ളസ്വാമി എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. പിന്നീട് ചെയ്ത ചില കുറ്റകൃത്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടപ്പോ വളരെ കടുത്ത ശിക്ഷയ്ക്ക് കോടതി വിധിച്ചു, ജയിലടച്ചു. നീണ്ടകാലം അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നെയാണ് അദ്ദേഹം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് എന്റെ ഓർമ്മ.
അത് ശരിയാണെന്ന ധാരണയിലാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് കണ്ണായ ഭൂമി, നൂറുകണക്കിന് ഏക്കർ ഭൂമി ഇയാൾക്കാണ് ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 2016 അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് അവസാന ഘട്ടത്തിലെടുത്ത ഏറ്റവും വിവാദമായ തീരുമാനങ്ങളിൽ ഒന്നിനായിരുന്നു ഒരു ലോകൈക തട്ടിപ്പ് വീരനായ ആൾ ദൈവത്തിന് സർക്കാർ ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനമായി. അക്കൂട്ടത്തിൽ വേറെയും ചില തീരുമാനങ്ങൾ വന്നു. അന്ന് അതിനെതിരെ ശക്തിയായി വിമർശനം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ അന്ന് ചോദിച്ചു, ഇതൊക്കെ കൊള്ളയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ മറുപടി, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് എന്നായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്റെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് കേരളത്തിന്റെ പൊതുസ്വത്ത് ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വീതിച്ചു കൊടുക്കുന്ന തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചപ്പോ അത് തീവെട്ടിക്കൊള്ളയാണെന്ന നിലപാട് സ്വീകരിച്ചയാളായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. കോൺഗ്രസിലൊരു വിഭാഗം അതിനെ തള്ളിപ്പറഞ്ഞു. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ തീവെട്ടിക്കൊള്ളയെന്ന് അഭിപ്രായപ്പെട്ട ഒരു തസ്കര സംഘത്തിന്റെ കയ്യിലായിരുന്നു കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നതാണ് വസ്തുത. കേരളം സമ്പൂർണമായ തകർച്ചയിലേക്ക് ചുവടുവെച്ച ഒരു കാലമായിരുന്നു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന കേരളം ഉണ്ടാകുമായിരുന്നില്ല. 2016 കേരളത്തിന്റെ സ്ഥിതി എന്താ? പവർ കട്ട്, ലോഡ് ഷെഡിങ്, ആദ്യം അരമണിക്കൂർ പവർ കട്ട്, പിന്നെ 1 മണിക്കൂർ, പിന്നെ കറണ്ട് പോയാൽ എപ്പോ വരുമെന്ന് ആർക്കും അറിയില്ല. അപ്രഖ്യാപിത കട്ട്, മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് ഈ കേരളത്തിലുണ്ടായിരുന്നു. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. ഇപ്പൊ ഈ ചെമ്മങ്കടവിലെ കാണാൻ ഒരു ചെറിയ കുടിൽ വ്യവസായം ഉണ്ടെന്ന് കരുതുക, ഒരു കൊച്ചു വ്യവസായ യൂണിറ്റ്. KSEB-യിൽ നിന്നുള്ള വൈദ്യുതി കിട്ടില്ല, വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊള്ളണം. ഇതായിരുന്നു ആ കാലം. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ 40% സർക്കാർ സ്കൂളുകൾ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന റിപ്പോർട്ടാണ് ഗവൺമെന്റ് പരിഗണിച്ചത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗവൺമെന്റ് മാറി. പാഠപുസ്തകങ്ങൾ പരീക്ഷക്കാലത്ത് പോലും കിട്ടുന്നില്ല. മറന്നുപോയോ കാലം? നമ്മുടെ ജില്ലക്കാരനായ അബ്ദുറപ്പായിരുന്നില്ല അന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകമില്ല. എന്ത് പഠിക്കണമെന്നറിയില്ല കുട്ടികൾക്ക്, എന്ത് പഠിപ്പിക്കണമെന്നറിയില്ല അധ്യാപകർക്ക്. പുസ്തകമില്ലല്ലോ. പാഠപുസ്തകം എവിടെയെന്ന് ചോദിച്ച് തിരിഞ്ഞിറങ്ങിയ കുട്ടികളെ മൃഗീയമായി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു വിദ്യാഭ്യാസ മന്ത്രിയോട്, ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടിയില്ല, ആദ്യത്തെ അനുഭവമാണ്, എന്താണ് ഇങ്ങനെ? അത് അദ്ദേഹം പറഞ്ഞ മറുപടി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഓണം ഇക്കുറി നേരത്തെ വന്നുകൊണ്ടാണെന്നാണ്. ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങത്തിലല്ലേ ഓണം? കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ട്. അബ്ദുറബിന് എന്ത് ഓണം, എന്ത് പാഠപുസ്തകം, എന്ത് പരീക്ഷ, എന്ത് പള്ളിക്കൂടം, വല്ല പിടിയുണ്ടായിരുന്നു. ഇതായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി. ഇപ്പൊ എങ്ങനെയായി? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം. ഈ കൊല്ലം ഒരു പടി കൂടി കടന്നു. സ്കൂൾ പൂട്ടുന്നതിന് മുൻപ് അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം ഇക്കൊല്ലം തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അതാണ് കേരളത്തിൽ വന്ന മാറ്റം. ഇങ്ങനെയാണ് കേരളം മാറിയത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളം മാറി. പാഠപുസ്തകങ്ങൾ സമയത്തിലെത്തി. ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ കാണരുത് എന്ന നിലപാട് സ്വീകരിച്ചു. 40% സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള UDF സർക്കാരിന്റെ റിപ്പോർട്ട് മരവിപ്പിച്ചു, മാറ്റിവെച്ചു. 10 കുട്ടികളെ ഒരു ക്ലാസ് മുറിയിൽ ഉള്ളെങ്കിലും ആ കുട്ടികളെ പഠിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. ആ കുട്ടികൾ നാളെ ആരാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സ്കൂൾ അടച്ചുപൂട്ടിയാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? എത്ര ദൂരെയായിരിക്കും മറ്റൊരു സ്കൂൾ ഉണ്ടാവുക? ചില കുട്ടികളുടെ പഠനം അവിടെ അവസാനിച്ചു പോവില്ലേ? പണ്ട് കോട്ടയത്ത് ഉഴവൂരിനടുത്ത് ഓലമേഞ്ഞ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ വെറും തറയിലിരുന്ന് പഠിച്ച ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. അന്ന് ആ സ്കൂൾ അടച്ചുപൂട്ടിയിരുന്നെങ്കിലോ? അപ്പോ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. കുട്ടികൾക്ക്
സൗജന്യമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ കഴിയണം. ഇപ്പോഴിതാ LDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം. ഇന്ത്യയിൽ എവിടെയില്ല, കേരളത്തിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് 2014 ഒരു തകർച്ചയുടെ വക്കത്തു നിന്നാണ് കേരളത്തെ LDF സംരക്ഷിച്ചത്. അന്ന് പെൻഷൻ മുടങ്ങിപ്പോയി. കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, അന്ന് 18 മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്യാമ്പയിനായി വന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസിന്റെ നേതാവെന്ന് അങ്ങനെ പറഞ്ഞുകൂടാ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവാണ്. ഇന്നലെ കോൺഗ്രസ് ആയിരുന്നില്ല, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നൊരു ഉറപ്പുമില്ല. അതാണ് ആള്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആക്ഷേപിച്ചിട്ടൊക്കെ പോയി. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ 25 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല, ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. 25 മാസം, 2 കൊല്ലവും 1 മാസം. ഈ മാസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്നാണ് വാർത്ത. ശമ്പളം കൊടുക്കാൻ കഴിയാത്ത, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ പൊതു സാഹചര്യമാണ് ഞാനീ പറഞ്ഞത്. കർണാടകയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3500-ൽ പരം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി എന്നാണ് കണക്ക്. എവിടെയെല്ലാം കോൺഗ്രസ് അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം BJPയുടെ അതേ സാമ്പത്തിക നയം നടപ്പാക്കുകയും ഏറ്റവും ജനവിരുദ്ധമായ നിലയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ട്രഷറി പൂട്ടുന്നു, ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഇതാണ് പൊതുവായിട്ടുള്ള സ്ഥിതി. ഈ സാഹചര്യം നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന 2-3 സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അവരാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്തായിരുന്നു? ഇപ്പൊ ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ്. പണ്ട് 10 വർഷം മുൻപ് കേരളം ഒരു ജനകീയ സമര രൂപം വികസിപ്പിച്ചെടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും റോഡിൽ എത്ര വലിയ കുഴിയാണ് ഉണ്ടായിരുന്നത്? ഒരാളെ ഇറങ്ങി നിന്നാൽ കാണാത്തത്ര വലിയ കുഴി ഉണ്ടായിരുന്നു. എത്ര ഇരുചക്ര വാഹനങ്ങൾ ആ കുഴിയിൽ വീണു, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജീവിതം കിടക്കയിലായി പോയ ആളുകളില്ലേ? നട്ടല് തകർന്ന് എത്ര അനുഭവം. എവിടെയെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായി. അവസാനം ഓരോ പട്ടണത്തിലും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാട്ടുകാർ, ചെറുപ്പക്കാരെല്ലാം ഒത്തുകൂടി അത്തരത്തിലുള്ള കുഴികളിൽ വാഴ നടുവായി. നിങ്ങൾ ഓർക്കുന്നില്ലേ? കേരളം വികസിപ്പിച്ചെടുത്ത ഒരു തനത് സമര രൂപമായിരുന്നു വാഴ നടുക റോഡിലെ കുഴികളിൽ. എല്ലാ ദിവസവും കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ ജനങ്ങൾ വാഴ നട്ടുകൊണ്ടേയിരുന്നു. ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്? ഇനി വാഴ നടണ്ട എന്നാരെങ്കിലും തീരുമാനിച്ചിട്ടാണോ? അല്ല, ഇപ്പോഴും റെഡിയായി വാഴയൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് കുറച്ച് സുഹൃത്തുക്കൾ. പക്ഷെ വാഴ കരിഞ്ഞു പോവുകയല്ലാതെ നടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഒരു കുഴി കിട്ടിയിട്ട് വേണ്ട അവിടെ വാഴ നടാൻ. കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ ഇപ്പോ അങ്ങനെ അപകടകരമായ കുഴിയുണ്ടോ? എങ്ങനെയാണ് മാറിയത്? ഇത്ര ഫലപ്രദമായ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം. ദേശീയപാത വികസനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംസ്ഥാന ഹൈവേ, മറ്റ് പ്രധാനപ്പെട്ട റോഡുകൾ എല്ലാം, എല്ലാറ്റിനും പുറമെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം അധീനതയിലുള്ള ഗ്രാമീണ റോഡുകൾ, ആ റോഡുകളുടെ നവീകരണത്തിനും ആയിരക്കണക്കിന് കോടി പ്രതിവർഷം ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായി. അതിന്റെ ഭാഗമായി എത്ര റോഡുകൾ നമ്മുടെ നാട്ടിൽ നന്നായി, ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് വന്നു.
ഞാൻ സൂചിപ്പിച്ചത് എല്ലാ രംഗങ്ങളിലും ഒരു തകർച്ചയുടെ വക്കിലെത്തി നിന്ന നാടിനെയാണ് പുതിയൊരു കാലത്തേക്ക് കൈപിടിച്ചാനയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കഴിഞ്ഞത്. എങ്കിലും ഏറ്റവും വലിയ നേട്ടം LDFന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അത് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വൻകിട വികസന പദ്ധതികൾ, ബൃഹത് പദ്ധതികൾ, അത്തരം പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമേകിയ ക്ഷേമ പദ്ധതികൾ, വീട്ടമ്മമാരുടെ പെൻഷൻ പോലെയുള്ള നവീനമായ ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം പറയുമ്പോഴും അതിനെല്ലാം മുൻപ് നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നാം മെച്ചപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തു എന്നതാണ്. അതിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ന് ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്ത, മനുഷ്യർ കൊല്ലപ്പെടാത്ത ഒരു നാട് നമ്മുടെ കേരളം മാത്രമാണ്. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ്. എത്ര നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്? മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോലും പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന നാടായി നമ്മുടെ നാട് മാറുന്നില്ലേ? എത്ര ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു നമ്മുടെ രാജ്യത്ത്. മണിപ്പൂരിൽ നമ്മുടെ മനസ്സിലുണ്ടാവും, നൂറുകണക്കിന് മനുഷ്യർ വേട്ടയാടി കൊല്ലപ്പെട്ടില്ലേ? ഇവിടെ തൊട്ടടുത്ത് കർണാടകയിൽ വരെ അത്തരം സംഭവങ്ങൾ ഉണ്ടായി. ഇദ്രീസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ സമീപത്തുള്ള നമ്മുടെ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് മൃഗീയമായി അടിച്ചു കൊന്നുകളഞ്ഞത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപത്തിന്റെ വാർത്ത നമ്മളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ കേരളത്തിൽ മാത്രം ഉണ്ടാവാത്തത്? ഉത്തരേന്ത്യയിൽ നിന്നും അതിർത്തി വരെ എത്തി നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ വരെ ഇത്തരത്തിലുള്ള വിദ്വേഷ കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരു ദശാബ്ദത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപത്തിന്റെ വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസ എടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല. നല്ല കൊടിയ വർഗീയ വിഷം ഉള്ളിലുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷെ 10 കൊല്ലമായി മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. മാളത്തിൽ ഒളിച്ചിരിക്കാൻ പുറത്തിറങ്ങിയാലോ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യം ഉയർത്തി വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ ഏത് കൊലക്കൊമ്പനാണെങ്കിലും കയ്യിൽ വിലങ്ങ് വെച്ച് തുറങ്ങിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിൽ 10 കൊല്ലമായി ഉണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരുന്നത്. UDF ഭരിക്കുമ്പോഴോ ആ കാലം മറക്കാൻ പറ്റില്ല. 10 വർഷമൊക്കെയായി കാര്യം ശരിയാണ്. UDF സർക്കാരുകളുടെ കാലത്ത് കേരളത്തിന്റെ ക്രമസമാധാന നില ഒന്ന് ആലോചിച്ചു നോക്കി. എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനുമെല്ലാം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ എത്ര വർഗീയ കലാപങ്ങൾക്ക് ഈ നാട് സാക്ഷിയായി? എത്ര നിരപരാധികളായ മനുഷ്യർ ഈ അമ്പറ്റകളെ പോലെ തെരുവിൽ വീണ് മരിച്ചു? എത്ര കടകമ്പോളങ്ങൾ, എത്ര വീടുകൾ അഗ്നിക്കിരയായി? എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു? എത്ര പോലീസ് വെടിവെപ്പുകളുണ്ടായി? കണ്ണീരും ചോരയും തെരുവുകളിൽ ഒഴിഞ്ഞ ഒരു കാലം മറക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാലം. ഇന്നിപ്പോ വിഴിഞ്ഞം എന്ന് കേട്ടാൽ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു ലോകോത്തര തുറമുഖം, അതിന്റെ ചിന്തയാണ്, ആ ചിത്രമാണ് മനസ്സിൽ വരിക. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞമെന്ന് കേട്ടാലോ പൂന്തുറ, തൈക്കൽ, മാറാട്, ഞാൻ ഓരോന്നായി വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമായിരുന്നു. അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനസ്സ് അസ്വസ്ഥമാക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പാടില്ല. വർഗീയ സംഘർഷങ്ങൾ, അതിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യർ, മുറിവേറ്റവർ,
വീട് അഗ്നിക്കിരയാക്കപ്പെട്ടതിനെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ടി വന്നവർ, സമാധാനമായി ഉറങ്ങാൻ കഴിയാതെ ഉപജീവനോപാധികളെല്ലാം തകർക്കപ്പെട്ട് നിരാലംബരായി മാറിയ മനുഷ്യർ, ആ കാലം പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അന്നൊരിക്കലാണ് പാലക്കാട് പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ കേരള പോലീസ് വെടിവെച്ചു കൊന്നത്. ഓർമ്മയില്ലേ ആ കാലം? ഇപ്പൊ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് UDF-ന്റെ കുറെ ആളുകൾ. അവർ ഭരിക്കുമ്പോഴാണ് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുഞ്ഞ്. ഞാനിപ്പോൾ ആ കുഞ്ഞിന്റെ പേരോർക്കുന്നു, സിറാജുന്നീസ. മറന്നു ആ കാലം? 10 വയസ്സേ ഉള്ളൂ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള പോലീസ് വെടിവെച്ച് കൊന്നുകളഞ്ഞു. മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെട്ട UDF കേരളം ഭരിക്കുമ്പോ എന്താ കുഞ്ഞ് ചെയ്ത തെറ്റ്? സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോ, പോലീസ് വെടിവെപ്പുകൾ ഉണ്ടായാൽ അതിൽ കൊല്ലപ്പെടുന്നത് ആര്? മുതിർന്നവരാണോ, കുട്ടികളാണോ, സ്ത്രീയാണോ? ആർക്ക് പറയാൻ പറ്റും? എത്ര നിരപരാധികൾ കൊല്ലപ്പെടും? പാലക്കാട്ടെ വെടിവെപ്പിനെ കുറിച്ച് ഒരുപാട് നിരൂപണങ്ങളും വിവാദങ്ങളും വന്നതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, 10 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു കാലമായിരുന്നു UDF-ന്റെ കാലം. തെരുവിൽ നിരവധി നിസ്സഹായരായ മനുഷ്യരെന്ന് കൊല്ലപ്പെട്ടു. സമാധാനമായി ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഏത് തെരുവിലും ഏത് നിമിഷവും മനുഷ്യർ കൊല്ലപ്പെട്ടേക്കാം എന്ന നില വന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ വർഗീയവാദികളെ, ഭീകരരെ അമർച്ച ചെയ്യാൻ അന്നത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞോ? ഇല്ല. നിസ്സഹായമായി നിന്നു കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ. അന്നൊരിക്കലാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാൾ പ്രവീൺ തൊഗാഡിയ വന്ന് വർഗീയ വിഷം തുപ്പുന്ന ഒരു പ്രസംഗം നടത്തി. ഒരു കലാപത്തിന്റെ വേറൊന്നും വേണ്ട, അമ്മാതിരി ഒരു പ്രസംഗമാണ്. സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. ഉടനെ RSSന്റെ ആസ്ഥാനത്ത് നിന്നും തല്ലെ പിളർക്കുന്ന ആജ്ഞ വന്നു. ഇപ്പൊ പിൻവലിച്ചോളം കേസ്. ഞങ്ങളുടെ നേതാവിന്റെ പേരിൽ നിങ്ങൾ കേസെടുക്കുന്നു. നിസ്സഹായമായി പിൻവലിച്ചു കൊടുത്തു UDF സർക്കാർ ആ കേസ്. തിരുവനന്തപുരം കേശവദാസപുരത്തെ മഹാത്മാഗാന്ധി കോളേജ്, ആ കോളേജിൽ പുറമെ നിന്നുള്ള ഒരു RSSന്റെ ക്രിമിനൽ സംഘം കടന്നുകയറി ആക്രമണം അഴിച്ചുവിട്ടു. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ബോംബ് പൊട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് ചിതറിത്തെറിച്ചു. സ്വാഭാവികമായി വധശ്രമത്തിനൊരു കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു. ഇപ്പൊ പിൻവലിക്കണം കേസ്. ഈ മണിക്കൂറിൽ, നാളേക്ക് വയ്ക്കാൻ പാടില്ല. മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു കൊടുത്തത്. വലിയ ന്യൂനപക്ഷ സംരക്ഷണം പറയുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ നാം കണ്ടതാണ്. RSS വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ഒരടി വെക്കാനുള്ള ആർജവമില്ലാതെ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ഭരണം നടത്തിയ ഒരു കാലം അതായിരുന്നു. സ്വാഭാവികമായി മറുവർഗീയതയും ശക്തിപ്പെടും. 2 വർഗീയതയും ശക്തിയായി. 2 വർഗീയതയ്ക്കും നേതൃത്വം കൊടുക്കുന്നവർ സർക്കാരിനെ നിയന്ത്രിച്ചു. സർക്കാർ ആജ്ഞാനുവർത്തിയായി മാറി. വർഗീയ സംഘർഷങ്ങളിൽ മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കാനോ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനോ അന്ന് സാധിച്ചില്ല. നമ്മുടെ തൊട്ടടുത്ത മാറാട് ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർ കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വേദനിക്കുന്ന ഓർമ്മകളായി മാറി. അതായിരുന്നു കാലം. ആ കാലത്ത് നിന്നാണ് 10 വർഷം LDF അധികാരത്തിൽ നിന്നപ്പോ വർഗീയ കലാപം എന്ന വാക്ക് അച്ചടിക്കാൻ ഒരു പത്രത്തിനും കേരളത്തിൽ കഴിഞ്ഞില്ല. അതാണ് മാറ്റം. അതോടൊപ്പം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വർഗീയ കലാപമില്ലാത്ത 10 വർഷം ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. 10 വർഷം തുടർച്ചയായി വർഗീയ കലാപമില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല?
ഇതിനു മുൻപ് 10 കൊല്ലം തുടർച്ചയായി LDF ഭരിച്ചിട്ടില്ല. ആദ്യമായാണ് LDF 10 കൊല്ലം തുടർച്ചയായി ഭരിച്ചത്. എല്ലാ വർഗീയവാദികളും മാളത്തിലൊളിച്ചു. ഒരെണ്ണം പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണയോടെയല്ല LDF അധികാരത്തിൽ വന്നത്. ഇവരുടെ ആരുടെയും ഒരു പിന്തുണയും ഒരു സഹായവും ഒരു കാലത്തും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് മതനിരപേക്ഷവാദികളായ മനുഷ്യർ പ്രതീക്ഷയോടെ LDFനെ നോക്കുന്നത്. ഇപ്പോഴോ ഈ കേരളത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഈ വർഗീയതയുമായും കൂട്ടുകെട്ടുണ്ടാക്കിയല്ലേ LDFനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷവാദികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു വ്യാജ ആരോപണം LDFും കോൺഗ്രസും ഉയർത്തിയത്. RSS ഡി എന്താ ഉദ്ദേശം? RSSുമായി കോൺഗ്രസിന്റെ സഹകരണം, സഖ്യം, മുന്നണി പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. 1960 മുതൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ RSSുമായി ഏർപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. 1957 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഐക്യ കേരളം പിറന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. EMS മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചിട്ടില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മുതലാണ്, രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് RSSന്റെ നിർദ്ദേശപ്രകാരം ജനസംഘം സ്ഥാനാർത്ഥികളെ നിർത്താനും മത്സരിപ്പിക്കാനും തുടങ്ങിയത്. 1960 തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. വിമോചന സമരം, അധികാര ദുർവിനിയോഗത്തെ തുടർന്ന് കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു. തുടർന്നാണ് തെരഞ്ഞെടുപ്പാണ് 1960 തെരഞ്ഞെടുപ്പ്, രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. RSS തീരുമാനിച്ചു കേരളത്തിൽ മത്സരിക്കണം. അങ്ങനെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ജനസംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തു. RSSന്റെ ആചാര്യൻ ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് നേരിട്ട് വന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ 4 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ആ 4 സീറ്റുകൾ ഗുരുവായൂരും കോഴിക്കോടും വണ്ടത്തോടും പട്ടാമ്പിയുമായി. 4 സ്ഥാനാർത്ഥികളെയും ദീനദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ചു. വിപുലമായ കൺവെൻഷനുകൾ ചേർന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണം RSSന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ദീനദയാൽ ഉപാധ്യായയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം. ലക്ഷ്യം ഒന്നായിരിക്കെ രണ്ടായും മാറി മത്സരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് മത്സരിച്ചുകൂടെ എന്നാണ് ചോദ്യം. അപ്പൊ ദീനദയാൽ ഉപാധ്യായ ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുപോയി. പ്രചരണവും ഒരു ഘട്ടം പിന്നിട്ടു. ഒരു കാര്യം ചെയ്യാം, പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിക്കാം, മരവിപ്പിക്കാം. ബാക്കി 3 ഒരു സൗഹൃദ മത്സരം പേരിന് നടക്കട്ടെ. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയെ തുടർന്ന് പ്രഖ്യാപിച്ച പ്രചരണം മുന്നോട്ട് പോയ പട്ടാമ്പിയിലെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി പി മാധവ മേനോനെ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എ രാഘവൻ നായരെ ജനസംഘം RSS പിന്തുണച്ചു. സംയുക്ത സ്ഥാനാർത്ഥിയായി പിന്നീട് പ്രചരണം ഏറ്റെടുത്തു. 1960 രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ RSSനും കോൺഗ്രസിനും ഒരൊറ്റ സ്ഥാനാർത്ഥി, കോൺഗ്രസുകാരനായിരുന്ന രാഘവൻ നായരെ RSSന്റെ കൂടി പിന്തുണയുള്ള സംയുക്ത സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയാണ് അവിടെ നടന്നത്. ഇത് ഡീലല്ല, ഇത് രഹസ്യധാരണയല്ല, ഇത് നീക്കുപോക്കല്ല, ഇത് അന്തർധാരയല്ല, പരസ്യ സഖ്യം. ഒരുമിച്ചുള്ള പ്രചരണം പരസ്യമായി കൈകോർത്തു. 2 കൂട്ടർക്കും സംയുക്ത സ്ഥാനാർത്ഥി. വർഗീയതയും വലതുപക്ഷവും RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച 1960 പട്ടാമ്പിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ച സ്ഥാനാർത്ഥിയുടെ, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നായിരുന്നു എന്നോർത്തോളം. EMSനെ തോൽപ്പിക്കാൻ 1960 RSSുമായി ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ പട്ടാമ്പിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ആ വർഗീയ വലതുപക്ഷ സഖ്യത്തെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി, EMSനെ വിജയിപ്പിച്ചു.
ഇത് ചരിത്രത്തിൽ ഒരിടത്ത് സംഭവിച്ച അപൂർവമായ ഒരു കാര്യമല്ല. അത് ചരിത്രത്തിൽ ഉടനീളം ആവർത്തിച്ചു. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് 1971 പാർലമെന്റ് ഇലക്ഷൻ. അന്നും പാലക്കാടാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സഖാവ് AKG ആയിരുന്നു. പാവങ്ങളുടെ മഠത്തിലെന്നറിയപ്പെടുന്ന സാക്ഷാൽ AKG. AKGയെ തോൽപ്പിക്കാനും ഇതേ സഖ്യം പാലക്കാടുണ്ടായി. ഇത്തവണ മത്സരിച്ചത് RSSകാരനാണ്. RSSന്റെ ജില്ലാ കാര്യവാഹകരായിരുന്ന പ്രൊഫസർ TC ഗോവിന്ദൻ കോൺഗ്രസ് പിന്തുണച്ചു. പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി RSS പിന്തുണച്ചു. പാലക്കാട്ട് RSSകാരനെ കോൺഗ്രസ് പിന്തുണച്ചു. ജനസംഘവും കോൺഗ്രസും കൈകോർത്തു. സംയുക്ത സ്ഥാനാർത്ഥി. ആ കോൺഗ്രസിനോടൊപ്പം ലീഗും ഉണ്ടായിരുന്നു, മറക്കണ്ട. അങ്ങനെ കോൺഗ്രസും ലീഗും ജനസംഘവും എല്ലാം ചേർന്ന് AKGക്കെതിരെ മത്സരിച്ചു. പക്ഷെ അവിടെയും പ്രബുദ്ധരായ ജനങ്ങൾ വർഗീയ വലതുപക്ഷ അവിശുദ്ധ കൂട്ടുകെട്ടിനെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. AKGയെ വിജയിപ്പിച്ചു. അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് 91 ബേപ്പൂരും വടകരയും കോൺഗ്രസും ലീഗും BJP, അപ്പോഴേക്ക് ജനസംഘം BJP ആയി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് കോലീബി സഖ്യം ഉണ്ടാവുന്നത്. നമുക്കറിയാം, സഖാവ് PK ഹംസക്കെതിരായി ബേപ്പൂരിന്റെ മണ്ണിൽ RSS സ്വയം സേവകനായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയാണ് മത്സരിച്ചത്. മാധവൻകുട്ടിയല്ല, ഇത് പാണക്കാട്ടെ കുട്ടിയാണെന്ന് ലീഗുകാർ പ്രചരിപ്പിച്ചത് ആ കാലത്തായിരുന്നു. വടകരയിൽ KP ഉണ്ണികൃഷ്ണനെതിരായി അഡ്വക്കേറ്റ് M രത്നസിംഗ് എന്ന RSSന്റെ നേതാവിനെ മത്സരിപ്പിച്ചു. ഇതെല്ലാം കേരളത്തിന്റെ മുമ്പിലുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും RSSുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയെക്കുറിച്ചല്ല, BJPയുമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകളെ കുറിച്ചല്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പറയാനുണ്ട്. അതിന് ഞാനിപ്പോ മുതിരുന്നില്ല. പകരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാർ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ആത്മകഥയിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ രഹസ്യമായ കൂട്ടുകെട്ടുകളെ കുറിച്ച്, ധാരണയെക്കുറിച്ച് ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു അധ്യായത്തിന്റെ പേര് പാഴായ പരീക്ഷണം എന്നാണ്. പാഴായ പരീക്ഷണം എന്ന് വെച്ചാൽ ജയിച്ചില്ല, എവിടെയും ജയിക്കാൻ കഴിഞ്ഞില്ല. കേരളീയർ മതനിരപേക്ഷവാദികൾ ഈ പരീക്ഷണത്തെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. അത് രഹസ്യധാരണ വേറെ. പരസ്യമായ കൂട്ടുകെട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും RSSുമായുള്ള നീക്കുപോക്ക് വളരെ സജീവവും ശക്തവുമായി നിലനിൽക്കുക. അതിന് പറ്റിയ നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ കണ്ണൂർ ലോക്സഭാംഗം കോൺഗ്രസിന്റെ നേതാവ് ശ്രീ K സുധാകരൻ മാധ്യമങ്ങളുടെ മുൻപാകെ വളരെ പരസ്യമായ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത്, RSSന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന്. ഒരു ലജ്ജയുമില്ലാതെയാണ് പറഞ്ഞത്. ഈ നിമിഷം വരെ അത് തിരുത്തിയിട്ടില്ല. എന്തിനാണ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? എന്താണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? RSS രൂപീകരിക്കുന്ന ഘട്ടത്തിൽ RSS രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചവരിൽ ഒരാളായിരുന്ന ഡോക്ടർ മുൻചെ ഇറ്റലിയിലേക്ക് പോയി മുസോളിനിയെ കണ്ട് ചർച്ച നടത്തുന്നുണ്ട്. ഫാസിസത്തിന്റെ നേതാവായി, ആൾരൂപമായി അറിയപ്പെടുന്ന മുസോളിനിയെ കണ്ട് ഫാസിസ്റ്റുകളുടെ സൈനിക പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് അവിടെ നിന്നും പകർത്തിയെടുത്തതാണ് RSSന്റെ ശാഖയിലെ പ്രവർത്തനങ്ങൾ. RSSന്റെ ശാഖ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളെയും ചെറുപ്പക്കാരെയും എല്ലാം അവരാകർഷിക്കാൻ ശ്രമിക്കുന്നു. പറയുന്നത് വ്യായാമം പഠിപ്പിക്കാനാണെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ചില ആയുധ പ്രയോഗങ്ങൾ, മനുഷ്യനെ ആക്രമിച്ച് കീഴടക്കുന്നതിനെ കുറിച്ച് കായികാഭ്യാസങ്ങൾ, ഇതൊക്കെയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ കൂടിയ രൂപമാണ് നാഗപ്പൂരിൽ OTC എന്നൊരു സംവിധാനമുണ്ട്. ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. അവിടെയാണ് പൂർണ്ണതോതിലുള്ള ആയുധ പ്രയോഗങ്ങളുടെ പഠനം. അതിന്റെ തുടക്കമാണ് ശാഖയിൽ. 6 അടി നീളമുള്ള ഒരു മുളവടിയാണ് പ്രധാന ആയുധം. ഒരു മനുഷ്യന്റെ തലയ്ക്കടിക്കുമ്പോൾ തലയുടെ ഏത് ഭാഗത്തടിച്ചാലാണ് ഒറ്റയടിക്ക് ആള് മരിക്കുക? അത് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ശിരോമാർ. അതാണ് പറയുക, അതിന്റെ സിലബസ് അതാണ്. നിങ്ങൾ ഒരു മനുഷ്യനെ തലയ്ക്കടിക്കുമ്പോൾ തലയുടെ ഏത് ഭാഗത്താണ് അടിക്കേണ്ടത്?
ഒറ്റയടിക്ക് ആൾ മരിക്കണമെങ്കിൽ എങ്ങനെ അടിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കഴുത്തിന് താഴെയാണ് അടിക്കുന്നതെങ്കിൽ അതിനാണ് അധോമാർ. അത് ഏത് ഭാഗത്താണ് അടിക്കേണ്ടത്, എവിടെയാണ് മർമ്മസ്ഥാനങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ മലബാറിൽ, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ചിലയിടങ്ങളിൽ RSS ശാഖയും ആയുധ പ്രയോഗങ്ങളുമെല്ലാം സംഘടിപ്പിക്കാൻ കോപ്പുകൂട്ടിയപ്പോൾ ആ നാട്ടിലെ പുരോഗമനോത്സുക്കളായിട്ടുള്ള ചെറുപ്പക്കാർ, നാട്ടുകാരെല്ലാം വലിയൊരളവോളം കക്ഷിരാഷ്ട്രീയത്തിന് പോലും അതീതമായി അതിനെ പ്രതിരോധിക്കുന്ന നില വന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ സമാധാനമുണ്ട്, വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരെല്ലാം സാഹോദര്യത്തോടെ കഴിയുകയാണ്. അപ്പൊ ഇതിനിടയിൽ അധോമാറും ശിരോമാറും ഒന്നും വേണ്ട, ഇവിടെ ആയുധ പരിപാടി, ആളെക്കൊല്ലൽ പരിശീലനം പരിപാടികൾ വേണ്ട. ഞങ്ങളുടെ നാട് സമാധാനമുള്ള നാടാണ്, ദയവ് ചെയ്ത് ആ സമാധാനം തകർക്കരുത് എന്ന നില വന്നു. ഈ ആവശ്യം ഉയർന്നു വന്നു. ഞങ്ങളുടെ നാട്ടിൽ ശാഖ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചൊരു കൂട്ടം ആളുകൾ മുൻപോട്ട്. സ്വാഭാവികമായോ അതാരായിരിക്കുമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ. അപ്പൊ ഈ കാര്യത്തിൽ ചില്ലറ കശപിശകൾ, വാക്കുതർക്കങ്ങൾ ഒക്കെ ഉണ്ടായി. അത്തരമൊരു ഘട്ടത്തിൽ RSS പിന്തുണ തേടി കോൺഗ്രസിനെ സമീപിച്ചു എന്നാണ്. ആ പിന്തുണ അഭ്യർത്ഥന വന്നപ്പോ RSSന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന RSSന്റെ ആയോധന പ്രയോഗങ്ങൾക്ക് കോൺഗ്രസിന്റെ വളണ്ടിയർമാരെ അയച്ച് കാവലേർപ്പെടുത്തി എന്നാണ് സുധാകരൻ വെളിപ്പെടുത്തിയത്. ഒരു നാടിന്റെ സമാധാനം തകർക്കാൻ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ, നാട്ടിൽ നിലനിൽക്കുന്ന സാഹോദര്യം തകർക്കാൻ RSS കോപ്പുകൂട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർ, ചെറുപ്പക്കാർ, DYFIക്കാർ അതിനെ എതിർത്തപ്പോ RSSന് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ പോയി കാവൽ നിന്നിട്ടുണ്ട് എന്ന് KPCCയുടെ അധ്യക്ഷനായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് സുധാകരൻ പരസ്യമായിട്ട് പറയുന്നു. ഇതാണ് RSSുമായിട്ടുള്ള ബന്ധം, പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം. ഈ നിമിഷം വരെ ഒരു കോൺഗ്രസുകാരനും എതിർത്തിട്ടില്ലല്ലോ, ഒരു ലീഗുകാരനും അതിന് മനപ്രയാസം തോന്നിയിട്ടില്ലല്ലോ. ഈ മലപ്പുറത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അത് നന്നായി എന്ന മട്ടിൽ മൗനം പാലിച്ചു നിൽക്കല്ലേ. ഇടതുപക്ഷത്തോട് വിരോധമാവാം, പക്ഷേ ആ വിരോധം അന്ധമായി ഏത് നെറുകേടിനെയും നിർലജ്ജം ന്യായീകരിക്കുന്നതായി മാറിക്കൂടാ. നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ RSSന് കൈത്താങ്ങായി നിന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോ RSSന്റെ ഏറ്റവും കൂടുതൽ കാലം സർസംഘചാലകായിരുന്ന രണ്ടാമത്തെ സർസംഘചാലക RSSന്റെ ആചാര്യൻ MS ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറിന്റെ ചിഹ്നിട്ട ചിത്രത്തിന്റെ മുന്നിൽ കുനിഞ്ഞു വിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം നമ്മൾ കാണുന്നത് അപ്പോഴാണ്. ഇതെല്ലാം ഒരു തുടർച്ചയാണെന്ന് കണ്ടോളൂ. ഈ ഗോൾവാൾക്കറിന്റെ പ്രത്യേകത എന്താണ്? ഗോൾവാൾക്കറാണ് ഏറ്റവും കൂടുതൽ കാലം RSSന്റെ സർസംഘചാലകായിരുന്ന ആള്, അതിന്റെ നേതാവായിരുന്ന ആൾ. അയാളാണ് RSSന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്നറിയപ്പെടുന്ന വിചാരധാര എഴുതിയത്. അതിന്റെ മലയാള പരിഭാഷ ഇപ്പോഴും വിപണിയിൽ കിട്ടും. അത് വായിക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല, പക്ഷെ വായിച്ചാൽ ആരായിരുന്നു ഗോൾവാൾക്കറെന്നും എന്തായിരുന്നു RSS എന്നും മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ ഭീഷണിയെക്കുറിച്ച് അതിൽ ഗോൾവാൾക്കർ പറയുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു അയൽ രാജ്യങ്ങളെ കുറിച്ചായിരിക്കും. അല്ല, ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയുടെ ഭീഷണി, ആഭ്യന്തര ഭീഷണി എന്നാണ് ആ ഭാഗത്തിന്റെ തലക്കെട്ട്. 3 ആഭ്യന്തര ഭീഷണികളെ കുറിച്ചാണ് പറയുന്നത്. 19, 20, 21 അധ്യായങ്ങൾ. 19ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയായി RSS കരുതുന്നത് ഗോൾവാൾക്കർ എഴുതുന്നു. ആ അധ്യായത്തിന്റെ 19ാം അധ്യായത്തിന്റെ തലക്കെട്ട് മുസ്ലിങ്ങൾ എന്നാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഭീഷണിയായി RSS മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു അധ്യായം മുഴുവനാണ്. 20ാമത്തെ അധ്യായം 2ാമത്തെ ഭീഷണി. ആ അധ്യായത്തിന്റെ തലക്കെട്ട് ക്രിസ്ത്യാനികൾ എന്നാണ്. ക്രിസ്ത്യാനികൾ 2ാമത്തെ ഭീഷണി. 21ാമത്തെ അധ്യായം ഇന്ത്യയുടെ 3ാമത്തെ ഭീഷണി. ആ അധ്യായത്തിന്റെ തലക്കെട്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ ഭീഷണിയാണെന്നും ഈ ഭീഷണി തുടച്ചു നീക്കേണ്ടതാണെന്നും പരസ്യമായി എഴുതി വച്ച് ആഹ്വാനം ചെയ്ത ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വർഗീയവാദി MS ഗോൾവാൾക്കർ.
ആ വർഗീയവാദിയുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ RSS കമ്മിറ്റി കൂടി തീരുമാനിച്ച് ക്ഷണിച്ച നേതാവിന്റെ പേരാണ് VD സതീശൻ. ആ ക്ഷണം കേട്ട ഉടനെ ഇരുകൈയും നീട്ടി ക്ഷണം സ്വീകരിച്ച് ചില്ലിട്ട ഗോൾവോൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ കഴിയുക? RSSന് കൊടുക്കുന്ന ഈ പിന്തുണയെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാവും? പലരും ന്യായീകരിക്കുന്നത് വളരെ വിചിത്രമാണ്. ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ന്യായീകരിക്കുന്നത് കേട്ടു ഞാൻ. അവര് പറയാണ്, ഗോൾവൽക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി എന്നൊന്നും പറയുന്നത് ശരിയല്ല, കൊളുത്തിയ വിളക്കിന്റെ പുറകിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ നിലവാരത്തിലാണ് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നവരുടെ വാദഗതി എന്ന് നമ്മൾ ഓർക്കണം. ഇതാണ് നിലവാരം. അതിനൊന്നും ഒരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇത്തരത്തിലുള്ള കൊടിയ വർഗീയവാദികളുമായി കൂട്ടുവരുന്നു. ഈ കൊല്ലത്തെ പ്രത്യേകത, ഇത് ഏകപക്ഷീയമല്ല. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിൽ, മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ടു കൂട്ടരുടെയും മുദ്രാവാക്യം മതരാഷ്ട്രവാദമാണ്. ഒരേ സമയം RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും കൂട്ടുചേർന്ന് അങ്ങനെയെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം എന്നതാണ് ആലോചന. ആ ഹീനമായ രാഷ്ട്രീയ അവിശുദ്ധ ബാന്ധവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർ ഏതെങ്കിലും വർഗീയവാദികളുടെ വിദ്വേഷാഹ്വാനങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നവരല്ല. സ്വാഭാവികമായി വോട്ട് ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും? ഒന്ന്, പെൻഷൻ മുടങ്ങരുത് എന്ന് തന്നെയാണ്. പെൻഷൻ മുടങ്ങാൻ പാടില്ല, ശമ്പളം മുടങ്ങരുത്, ട്രഷറി പൂട്ടരുത്, സ്കൂള് പൂട്ടരുത്, ആശുപത്രി അവതാളത്തിലാവരുത്, വീണ്ടും പവർക്കെട്ടുണ്ടാവരുത്, ഈ നാട് നശിച്ചു പോകരുതെന്നേ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളം നശിക്കരുതെന്ന് മലയാളി ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം കേരളം നശിക്കാതെ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടാവണം. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇല്ലാത്ത ഒരു കാലം വന്നാൽ ഈ തെരഞ്ഞെടുപ്പിലൊന്നല്ല, ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും, ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ഇടതുപക്ഷമൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അന്ന് കേരളത്തിന്റെ തകർച്ച ആരംഭിക്കും. അന്ന് വർഗീയവാദികൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും, അന്ന് പെൻഷൻ മുടങ്ങാൻ തുടങ്ങും, അന്ന് ശമ്പളം മുടങ്ങും, ട്രഷറി പൂട്ടും, നിയമന നിരോധന ഉത്തരവിറങ്ങും. ഈ നാടിന്റെ നന്മകളാകെ താറുമാറാകുന്ന സാഹചര്യത്തിലേക്ക് വരും. ഇത് വെറും ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല, ഇതാണ് നമ്മുടെ അനുഭവം, കേരളത്തിന്റെ അനുഭവം. 10 കൊല്ലം മുമ്പായതുകൊണ്ട് പലരും അത് മറന്നിട്ടുണ്ടാവും. എന്നാൽ 10 വർഷം മുമ്പുള്ള കാര്യം ഓർമ്മയില്ലാത്തവർ ഇപ്പോ തെലങ്കാനയിലേക്കും കർണാടകയിലേക്കും നോക്കിയാൽ മതി, അവിടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ നയങ്ങളിലും BJPയെ കോപ്പിയടിക്കുന്ന കോൺഗ്രസിനെ കാണാൻ പറ്റും. ജനവിരുദ്ധ കോർപ്പറേറ്റ് നയങ്ങൾ സ്വീകരിക്കുന്നവരെ കാണാൻ പറ്റും. അതിന്റെ ഭാഗമായി നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം 2014 മുതൽ ഒരു വ്യാഴവട്ടക്കാലമായി അധികാരത്തിലിരിക്കുകയാണ്. ഇന്ത്യ പോലെ ഒരു മതനിരപേക്ഷ അടിത്തറയുള്ള രാജ്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമാണോ ഇത്? പക്ഷെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? BJP ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാൻ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ അനുമതിയായിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. 2G സ്പെക്ട്രമായാലും ആദർശ ഫ്ളാറ്റ് കുംഭകോണമായാലും കോമൺവെൽത്ത് ഗെയിംസ് ആയാലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികൾ ഈ നാടിന്റെ തെരുവുകളാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അധികാരത്തിൽ നിന്ന് മോഷ്ടാക്കളെ അകറ്റി നിർത്തുക എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിന്റെ ആനുകൂല്യത്തിലാണ് BJP ആദ്യമായിട്ടല്ല ഇപ്പോ തുടർച്ചയായ അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ അതിനെതിരെ മതനിരപേക്ഷ ചേരിയെ ശരിയാമെന്ന് നയിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണെന്നല്ലേ വെയ്പ്പ്. എങ്ങനെയൊക്കെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രാദേശിക ജനാധിപത്യ പാർട്ടികളെല്ലാം ഒന്നുചേർന്നുള്ള ഒരു കൂട്ടായ്മ ഇന്ത്യ എന്ന പേരിൽ നിലനിൽക്കുന്നില്ലേ? അതൊരു സഖ്യമല്ല. പേരിൽ അലയൻസ് എന്ന വാക്കുണ്ടെങ്കിലും ഒരു മുന്നണിയുടെ സ്വഭാവമല്ല ഒരു കൂട്ടായ്മ, വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്. യഥാർത്ഥത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരെന്ന നിലയിൽ കോൺഗ്രസിനും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെല്ലാം പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണോ നിർവഹിക്കുന്നത്? ഈ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഉണ്ടായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന് വരുമ്പോ ആ നിലവാരത്തിനും ഔന്നത്യത്തിനുമുള്ള വാക്കാണോ അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനേക്കാൾ തരം താഴ്ന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസംഗവും ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇന്ത്യ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുത്ത മണ്ഡലം ഏതായിരുന്നു? ഏറ്റുമുട്ടേണ്ടത് സംഘപരിവാറുമായാണ്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട നേതാവ് ബിജെപിക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഒരു മണ്ഡലം തേടി 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് വയനാട്ടിൽ വന്ന് മത്സരിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. യുദ്ധഭൂമിയിൽ നിന്ന് പടനായകൻ പിന്തിരിഞ്ഞോടി. ഒരു കാലാളോട് പോലും ഏറ്റുമുട്ടാൻ ഞാനില്ല എന്ന നിലയിൽ ബിജെപി ഇന്ത്യയിൽ ഏറ്റവും ദുർബലമായ കേരളത്തിൽ അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് മത്സരിച്ചത്. ആര്? ബിജെപി വിരുദ്ധ പോരാട്ടത്തിന്റെ നായകൻ. ഇതിനേക്കാൾ വലിയ ജാള്യത ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വേറെ ഏതെങ്കിലും നേതാവിനുണ്ടായിട്ടുണ്ടോ? ജാള്യത ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ആ കേരളത്തിൽ വന്നാണ് ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന സംഘപരിവാർ ധ്വംസനങ്ങൾക്കെതിരെ, സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ഏറ്റവും കരുത്തുറ്റ നിലപാട് സ്വീകരിക്കുന്ന LDF-നെതിരായിട്ടാണ് യാതൊരു ഉത്തരവാദിത്വമില്ല തരം താഴ്ന്ന പ്രസംഗം, പരാമർശം നടത്തിയത്. പക്ഷെ ആ പ്രസംഗം കേട്ടപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവില്ല. നാം ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന് തന്നെ ഇന്ത്യയിലെ വർഗീയ വെല്ലുവിളിക്കെതിരെ, വർഗീയ ഭീഷണിക്കെതിരെ നിലപാട് സ്വീകരിക്കും. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അതാണിപ്പോ ബംഗാളിൽ നിന്ന് കേൾക്കുന്നത്. ഇതേ നിലവാരമില്ലായ്മ ബംഗാളിൽ പോയി കാണിച്ചു. അവിടെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തിയതുപോലെ തരം താഴ്ന്നതും ഉത്തരവാദിത്വമില്ലാത്തതുമായ പ്രസംഗം നടത്തിയതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇന്ത്യ കൂട്ടായ്മയുടെ യോഗം ചേർന്നപ്പോ ഇപ്പൊ പാർലമെന്റിൽ വളരെ പ്രത്യേകതയാർന്ന ഒരു ബില്ല് ചർച്ച ചെയ്യുകയാണ്. RSSന്റെ കുടിലമായ രാഷ്ട്രീയ ഉദ്ദേശം മറച്ചു പിടിച്ചുകൊണ്ടാണ്, അതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ ബില്ല്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിനെതിരെ പ്രതിപക്ഷമാകെ ഒന്നടങ്കം ഒറ്റക്കെട്ടായി RSSനെ തുറന്നു കാണിക്കാൻ വേണ്ടി കൈകോർക്കേണ്ട സമയമാണ്. പക്ഷെ ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ പങ്കെടുത്ത തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങളുടെ MP-മാരൊന്നും വോട്ട് ചെയ്യാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ നടത്തിയ വിവരക്കേട്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നടത്തിയ ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന RSSന് വളമായി മാറുന്ന ഉത്തരവാദിത്വരഹിതമായ പ്രസംഗം, പ്രസ്താവന. അതുകൊണ്ട് ഞങ്ങളിപ്പോ വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ കൂട്ടായ്മയിലെ 10-30ഓളം വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ പൊതുവായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് അണിനിരത്തുന്നതിന് എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധമാകേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്കാണല്ലോ നേതൃസ്ഥാനം. അതിനു പകരം ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്നു. ഓരോ സംസ്ഥാനത്തും അതത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന സെക്യുലർ പാർട്ടികൾക്കെതിരായി തരം താഴ്ന്ന പരാമർശങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യ കൂട്ടായ്മ ഇപ്പോൾ ദുർബലപ്പെടുകയാണ്. അതാണ് ബംഗാളിൽ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇതിനു മുൻപും രാഹുൽ ഗാന്ധിയുടെയും മുൻപ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് RSSുമായിട്ടുള്ള ദേശീയാടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകൾ ശക്തമായി വന്നൊരു കാലമാണ്. 1989 തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന നാഗപ്പൂരിലെ MP ബൻവാരിലാൽ പുരോഹിതിനെ RSSന്റെ സർസംഘചാലകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്തിനാണ് പറഞ്ഞയച്ചത്? 1989 തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ബൊഫോഴ്സ് കുംഭകോണത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന കാലമാണ്.
കോൺഗ്രസിനകത്ത് വലിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന കാലമാണ്. അപ്പൊ അതിനൊക്കെ ആ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് ബൻവാരിലാൽ പുരോഹിതനെ പറഞ്ഞയക്കുകയാണ് തന്റെ വിശ്വസ്തനായ കോൺഗ്രസ് എംപിയെ RSSന്റെ സർസംഘചാലകന്റെ അടുത്തേക്ക്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കണം, പിന്തുണയ്ക്കണം. പകരം ബാബറി മസ്ജിദിൽ ശിലാന്യാസം നടത്താൻ അനുവാദം നൽകാം. ഇതാണ് ആ ശിലാന്യാസം നടത്താൻ RSSന് ഓഫർ വയ്ക്കുന്നത് ബൻവാരിലാൽ പുരോഹിതാണ്. അതിനെ തുടർന്നാണ് ബാബറി മസ്ജിദിനകത്ത് ശിലാന്യാസം നടന്നത്. അത് കേരളത്തിലാകെ വലിയ കോളിളക്കമുണ്ടാക്കി, വലിയ ചർച്ചാ വിഷയമായി മാറി. അന്ന് ചന്ദ്രിക എഴുതിയ വാർത്ത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചന്ദ്രിക ആധികാരികമായി പറഞ്ഞു ശിലാന്യാസം നടന്നത് ബാബറി മസ്ജിദിൽ അല്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിലെ മുഴുവൻ അണികളെയും വഞ്ചിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ബൻവാരിലാൽ പുരോഹിത് അധികം വൈകുന്നതിന് മുൻപ് രാമചന്ദ്രഭൂമി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും BJPയിൽ ചേരുകയും ചെയ്തു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കാലം മുതലേ RSSുമായിട്ടുള്ള കോൺഗ്രസിന്റെ നീക്കുപോക്കുകളും ധാരണയും സന്ധിയും ഒക്കെയാണ് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയെ ആഴത്തിൽ പരിക്കേൽപ്പിച്ചത് എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്ന് വേണമെങ്കിൽ ഭയാശങ്കകളോടുകൂടി കാണേണ്ടതാണ്. ഇന്ത്യ കൂട്ടായ്മ എന്ന നിലയിൽ ഇന്ത്യയിലെ 10-30ഓളം ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ, RSSന്റെ മതരാഷ്ട്രവാദത്തിനെതിരെ യോജിച്ച് ശബ്ദമുയർത്തുമ്പോൾ ആ കൂട്ടായ്മയെ ദുർബലപ്പെടുത്താൻ നിർഭാഗ്യവശാൽ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസിന്റെ തന്നെ നേതാവ് രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നിലവാരം പോലും കാണിക്കാതെ കേരളത്തിലും ബംഗാളിലും എല്ലാം വായിൽ തോന്നുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇനി എന്ത് പറഞ്ഞാലും CPIM ആണ്, ഇടതുപക്ഷമാണ്, നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറക്കില്ല. ഇന്ത്യ കൂട്ടായ്മ ഉണ്ടായതുകൊണ്ടല്ല സംഘപരിവാരത്തിനെതിരായ നിലപാട് CPIM സ്വീകരിക്കുന്നത്. RSSന്റെ രൂപീകരണം മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സംഘപരിവാർ ഭീകരതയെ RSSനെ എതിർത്തും പോന്നിട്ടുണ്ട്. നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് അപകടമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വിവരക്കേട് പറഞ്ഞു വരുന്നത് നമ്മുടെ നിലപാടൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ അങ്ങനെ കാണാൻ പറ്റില്ല. BJP ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ആളാണ് മമതാ ബാനർജി. അവർക്കത്രയേ ഉള്ളൂ. ഇപ്പം മതനിരപേക്ഷ നിലപാടിന്റെ ഒപ്പം നിൽക്കുന്നു, അത്രയും നല്ലത്. നാളെ നിൽക്കുമോ ഒരു ഉറപ്പുമില്ല. അപ്പൊ അവിടെ പോയി 4 പേരെ വിളിച്ച് അവരെ BJPയോട് ഒപ്പമാക്കിയാലോ? ആ ഉത്തരവാദിത്ത രാഹിത്യമാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയം അങ്ങാടി വരുന്നാണോ പച്ചമരുന്നാണോ എന്നറിയാത്ത നിർഭാഗ്യവശാൽ ഒരു നേതാവിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നത്. അത് ഇന്ത്യയിലെ മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഘട്ടം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു സന്ദർഭമാണ്. പാർലമെന്റിൽ വനിതകളുടെ ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഇപ്പൊ ബില്ല് കൊണ്ടുവരുന്നത്. ചിലരുടെ ധാരണ എങ്ങനെയാണ്? ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ചിലർ രഹസ്യമായി പറയുന്നുണ്ടോ നമ്മൾ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇപ്പോ BJP ചെയ്യുന്നത്. അത് ശരിയാണ്. പതിറ്റാണ്ടുകൾ അധികാരത്തിലിരുന്ന സമയത്ത് ഈ വനിതാ സംവരണ ബിൽ പാസാക്കിയിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ, സംസ്ഥാന നിയമസഭകളിൽ നിശ്ചിത എണ്ണം വനിതകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ താൽക്കാലികമായെങ്കിലും ഈ അപകടം ഇപ്പോഴുമായി പോയത്. അത് ചെയ്തില്ല. ഇന്ത്യയിലെ സ്ത്രീകളെ വഞ്ചിച്ചു കോൺഗ്രസ്. ഇപ്പൊ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 50% വനിതകളല്ലേ ആണ്. എങ്ങനെ വന്നു? മുനിസിപ്പാലിറ്റിയിൽ, പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ ഒക്കെ പകുതിയിൽ കൂടുതൽ വനിതകളുണ്ട്. എങ്ങനെ വന്നു? ചില UDFകാർ പറയും പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം മറ്റേ ഭേദഗതിയല്ല. ഏത് ഭേദഗതിയുടെ ഭാഗമായി വന്നാലും 33% മതി, അതിന്റെ വിലയ്ക്ക് വേണ്ട. എന്നാൽ കേരളത്തിൽ 33%അല്ല, 50%. ഇതിവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണെന്ന് ആരും കരുതണ്ട. ഇവിടെ എങ്ങനെയായി? നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ കേരള നിയമസഭ തീരുമാനിച്ചു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 50% കുറയാത്ത സംവരണം വനിതകൾക്കുണ്ടാവണം. 50 അത്രയും കുറയാൻ പാടില്ല. അതാണ്. അപ്പൊ ചിലർ ചോദിക്കും, എന്നാ പിന്നെ നിയമസഭയിൽ തീരുമാനിച്ചുകൂടെ? അതിന് അധികാരമില്ല. നിയമസഭയിലും പാർലമെന്റിലും ഇത് സാധ്യമാകണമെങ്കിൽ പാർലമെന്റ് നിയമം പാസാക്കണം.
എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യമാവാൻ നിയമസഭ പാസാക്കിയാൽ മതി. നമുക്ക് നിയമസഭയിലെ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ തീരുമാനമാക്കി. നിയമസഭയിലും പാർലമെന്റിലും തീരുമാനമാണെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കണം. വനിതാ സംവരണത്തിന് വേണ്ടി തന്നെ നമ്മൾ നിലകൊള്ളുന്നു. പക്ഷെ ഇപ്പോഴത്തെ നീക്കം എന്താണ്? ഇപ്പോഴത്തെ നീക്കം വനിതാ സംവരണത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭാംഗങ്ങളുടെയും നിയമസഭാംഗങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കുക. 544 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റ് ലോകസഭ ഇനി 800-ലധികം അംഗങ്ങളുള്ളതായിട്ട് മാറും. അപ്പോഴോ മണ്ഡല പുനർനിർണയം വരും. എംപിമാരുടെ എണ്ണം കൂടുമ്പോഴോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ജനപ്പെരുപ്പം നിയന്ത്രിക്കണമെന്നും ജനസംഖ്യാ വർധനവ് തടയണമെന്നും കുടുംബാസൂത്രണത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകണമെന്നും ദേശീയ നേതാക്കൾ ഭരണാധികാരികൾ ആഹ്വാനം ചെയ്തതനുസരിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജനപ്പെരുപ്പം നിയന്ത്രിച്ച ഒരു നാടാണ് കേരളം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, വളരെ കുറവാണ്. പണ്ടൊക്കെ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം 5 ലക്ഷമായിരുന്നു. 5 ലക്ഷം. ഇപ്പൊ 4 ലക്ഷം ഇല്ല, 3.5 ലക്ഷത്തിന്റെ താഴേക്ക് പോകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ജനപ്പെരുപ്പം നമ്മൾ നല്ലതുപോലെ നിയന്ത്രിച്ചു. രാഷ്ട്ര പുരോഗതിക്ക് ജനപ്പെരുപ്പം തടസ്സമാണ് എന്ന് നമ്മുടെ രാജ്യം തീരുമാനിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരികളുടെ ദേശീയ നേതാക്കളുടെ ആഹ്വാനപ്രകാരം നമ്മൾ ജനപ്പെരുപ്പം നിയന്ത്രിച്ചു, ജനസംഖ്യാ വർധനമൊക്കെ നിയന്ത്രിച്ചു നമ്മൾ. എന്നാൽ ഉത്തരേന്ത്യക്കാർക്ക് എന്താണ് ജനസംഖ്യ എന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അവര് അക്ഷരം എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവര് നിയന്ത്രിക്കാനും പോയില്ല, ഒന്നും പോയില്ല. അതവിടെ ജനപ്പെരുപ്പം അതേപോലെ തുടർന്നു വരികയാണ്. അതുകൊണ്ടോ ഇപ്പൊ പുതിയ തീരുമാനം വരുമ്പോ ജനപ്പെരുപ്പം നിയന്ത്രിച്ച ജനസംഖ്യാ വർധനവ് നിയന്ത്രണ വിധേയമാക്കിയ മാതൃകാ നാടുകൾ എന്നുവെച്ചാൽ കേരളം ഇതിന്റെ ഭാഗമായി വലിയ നഷ്ടം സംഭവിക്കുന്ന നാടായി മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് കാലങ്ങളോളം തീരുമാനിക്കാൻ കഴിയും. ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങൾ സ്വാഭാവികമായും സാക്ഷരത കുറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്വഭാവത്തെ നിർണയിക്കാൻ കഴിയുന്നത്ര പാർലമെന്റ് അംഗങ്ങളെ ആ പ്രദേശങ്ങളിൽ കിട്ടും. കേരളം പോലെയുള്ള നാടുകൾ ജനസംഖ്യാ നിയന്ത്രണം കർശനമായി പാലിച്ചതിന്റെ ഭാഗമായി പുറകിലേക്ക് പോകും, ശിക്ഷിക്കപ്പെടും. ഈ കൗശലമാണ് ഇപ്പൊ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ഉൾപ്പെടെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ മുൻപോട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ വീട്ടിക്കൊണ്ടുപോകുന്നില്ല. പറഞ്ഞു വന്നത് വരാനിരിക്കുന്ന നാളുകൾ കൂടുതൽ സമരസാന്ദ്രമായിരിക്കും. നമ്മുടെ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, ഇപ്പൊ നോയിഡയിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ഭീഷണിയെ നേരിടുന്നു. ഇന്ത്യയിലെ കർഷക വിരുദ്ധ നിയമങ്ങളുടെ പൊല്ലാപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എക്കാലവും അധികാരം ശാശ്വതമായി നിലനിർത്തുന്നതിന് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വനിതാ സംവരണം എന്ന ലേബലിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഗൂഢ പദ്ധതികൾ ഇന്ത്യയിലെ സംഘപരിവാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും എല്ലാം സംരക്ഷിക്കാൻ വലിയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആർജവമോ ദീർഘവീക്ഷണമോ കോൺഗ്രസിനില്ല, നേതൃത്വവും കോൺഗ്രസിനില്ല. വിവരമുള്ള ഒരു 4 പേർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ, മറ്റൊന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഉള്ള ശക്തി ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം ഈ രാജ്യത്തെ തകർക്കാനുള്ള ഭരണകൂട നീക്കങ്ങൾക്കെതിരായി ശക്തിമത്തായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലും അത്തരം സമരങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കാൻ നിങ്ങളെല്ലാം മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ സമരങ്ങൾക്കെല്ലാം കരുത്തു പകരാൻ തീർച്ചയായും ഉമ്മർ മാഷയുടെയും പുള്ളിയിൽ ചിക്കോട്ടയുടെയും അതുപോലെ പാലടി കുഞ്ഞാമാക്കയുടെയും എല്ലാം ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ എല്ലാം മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. അനുസ്മരണ പ്രഭാഷണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസാരിക്കും. അതിനുവേണ്ടി സേവനം ക്ഷണിക്കുക.
പ്രിയപ്പെട്ട സഖാക്കളെ, വർത്തമാനകാല രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സ്വരാജ് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.